എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വരാം. ഇപ്പോൾ ഞാനതിൻ്റെ ഒരു വലിയ ബീട്രൂട്ടും ചെറുതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ വലിപ്പത്തിൽ നൈസിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മെഴുക്ക് വരട്ടിക്ക് ഇതേ കണ്ടീഷനിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നികരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേവിച്ചെടുക്കണം. വെള്ളം നികര എന്ന് പറയുമ്പോൾ ഒരുപാടില്ല, അതിനൊപ്പത്തിനേ വെള്ളമുള്ളൂ. നമ്മളത് വറ്റിച്ചെടുക്കാനാണ്. ഇതിലെ വെള്ളം നമ്മൾ ഊറ്റി കളയുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകുന്ന സമയത്ത് നമ്മൾക്കത് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം. കണ്ടില്ലേ, ഈ ഒരു വേവ്, ബീട്രൂട്ടിൻ്റെ വേവെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു 6 വറ്റൽമുളക് വലുത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾക്കൊന്ന് ചുവക്കെ വറുത്ത് കോരിയെടുക്കണം. ഇത് നമ്മളതിൽ ക്രഷ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് മെഴുക്ക് വരട്ടിയിൽ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് ആ മുളകൊക്കെ അതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അതേ ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ അളവിൽ. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/2 സ്പൂണ് കടുകിട്ടുക. കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1 സ്പൂണ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് എന്തായാലും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ആ ബീട്രൂട്ടിൻ്റെ ഇടയിൽ കടിക്കാൻ നല്ല രസമായിരിക്കും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചുവന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്ക് ഒരു സവോള ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് നമ്മൾ അന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടിക്കുള്ള ഉപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബോയിൽ ചെയ്ത് വെച്ച ബീട്രൂട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഇത്തിരി കൂട്ടി കൊടുക്കുക. എന്നതിന് ശേഷം അത് നല്ലപോലെ ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ വറുത്ത മുളകില്ലേ, അത് നമ്മൾ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ബീട്രൂട്ടിൻ്റെ മധുരമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കിട്ടിക്കോളും. അപ്പോൾ ബീട്രൂട്ട് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും അല്പം മധുരം ഫീൽ ചെയ്യും. അപ്പോൾ അതിലേക്ക് കുറച്ച് എരിവൊന്ന് കൂടുതലിടുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സ്റ്റൈലിലൊരു റെസിപ്പിയാണ്. അവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനത്തെയാണ് അധികം കിട്ടാറുള്ളത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഒരുവിധം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉപ്പെല്ലാം നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് അതൊന്ന് അല്പനേരം മൂടി വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചോറും ഒരു തക്കാളി മുരിങ്ങക്കായ കറിയുണ്ട്. അതിൻ്റെ കൂടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ഓംലെറ്റ്. അടിപൊളിയല്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.